രാഹുൽ മാങ്കൂട്ടം എന്ന കോഴീനെ തിരിച്ചറിയാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ഓരോ സ്ത്രീകൾക്കും. നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് സ്ത്രീകൾ മെസ്സേജ് അയച്ച് ഇവനൊരു ചാനൽ ചർച്ചയ്ക്ക് അവനെ ഇടപെട്ടാൽ പോലും പിന്നെ അവൻ എന്താ മെസ്സേജ് അയക്കുന്നതെന്ന് അറിയാം. നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. ഒരു ഭർത്താവ് വന്നിട്ട് പരസ്യമായിട്ട് പത്രപ്രസ്താവന നടത്തിയില്ലേ, എന്റെയും ഭാര്യയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജേന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA വന്നു. എന്നിട്ട് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ എന്ന രീതിയിൽ വന്നിട്ട് എൻ്റെ ഭാര്യയുമായിട്ട് റിലേഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു ഭർത്താവുള്ള നാട് നമ്മുടെ കേരളമാണ്. അതും പറയുന്നത് ഒരു MLAക്കെതിരെയാണ്. ആ MLAക്കെതിരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ ഒരു ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. രണ്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ പ്രശ്നത്തിൽ ഇടയിൽ കയറി ചെന്ന് അവരുടെ പ്രശ്നം തീർക്കാനെന്ന വ്യാജേന പോയിട്ട് അവരുടെ ഭാര്യമാരെ മിസ്യൂസ് ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്ത് നീ ഒരു വിവാഹം കഴിച്ച ആളാണ്, നിന്നെ എനിക്ക് വീണ്ടും, ഞാൻ വിവാഹം കഴിക്കാത്ത ഒരു യുവ MLA ആണല്ലോ, അപ്പം ഞാൻ വീണ്ടും നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയും ഒക്കെ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ നീ പ്രഗ്നൻ്റ് ആവേണ്ടതുണ്ട് എന്നിലൂടെ എന്ന് പറഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആക്കുക. എന്നിട്ട് ഗർഭചിത്രം ചെയ്യുക. അവനൊരു ഫാർമസി ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ ഫാർമസിയുടെ ഭാഗമായിട്ട് മെഡിസിനൊക്കെ കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. അത്തരം മെഡിസിൻ ഇതുപോലെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് ഗർഭചിത്രം ചെയ്യുക എന്നൊക്കെ ചെയ്തിട്ടുള്ള ഒരു പീഡകനെയാണ് നിങ്ങൾ ഇന്നലെ മുഴുവൻ കേട്ടത്. അവര് എന്തെങ്കിലും അവൻ കഴിഞ്ഞ ദിവസം മുഴുവൻ ഇന്നലെ ഒരു വോയിസ്, ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ ഒരു വോയിസ് പുറത്തു വന്നു. ഒരു ഇവിടെ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLAയുടെ ഭാഷ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ സ്ത്രീ പറയുന്നുണ്ട്, എന്നെ നീ തെറി വിളിക്കരുത് എന്ന് പറയുന്നുണ്ട്. എത്ര മോശമായിട്ടാണ് ആ MLA ആ സ്ത്രീയെ തെറി വിളിച്ചിട്ടുള്ളത്? അത് ഇന്നലെ ഹാഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഡിസ്കസ് ചെയ്തതിലുണ്ടായിരുന്നോ? നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. അതെന്റെ ഭർത്താവല്ല, എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ അച്ഛനല്ല, എൻ്റെ മകനല്ല, ആരായാലും ഞാൻ പ്രതികരിക്കും. അത് എല്ലാ കാലത്തും ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള സാധനമാണ്. രാഹുൽ മാങ്കൂട്ടം എൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്നു. അവന് അറിയാം ഞാൻ എഴുത്തുകാരിയാണ്, സാഹിത്യം എൻ്റെ പാഷനാണ്. അതുകൊണ്ട് നിരന്തരം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന്. നിലമ്പൂർ ഇലക്ഷനിൽ ഞാൻ KPCC സംസ്കാര സാഹിതിയുടെ ഭാരവാഹി ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പല കുടുംബ സംഗമങ്ങളിലും പോയി പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് എൻ്റെ ഡ്യൂട്ടി കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം ഞാൻ കാർ എടുത്ത്, ഫറൂഖ് ചുങ്കത്താണ് എൻ്റെ വീട്, കാർ എടുത്തിട്ട് ഞാൻ നിലമ്പൂർ പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഞാൻ അവിടെ പാർട്ടി ഇലക്ഷൻ ഫണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഫണ്ടോ ഉപയോഗിച്ചിട്ടല്ല. ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് ആ പ്രസ്ഥാനം മുന്നോട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പോയി പ്രസംഗിക്കുന്ന സമയത്ത് ആ സമയത്ത് പോലും ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞ് എനിക്ക് കാണണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം. ഇതിന്റെ മുമ്പ് തന്നെ ഈ കോഴീനെ രാഹുൽ മാങ്കൂട്ടം എന്ന കോഴീനെ തിരിച്ചറിയാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ഓരോ സ്ത്രീകൾക്കും. നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് സ്ത്രീകൾ മെസ്സേജ് അയച്ച് ഇവനൊരു ചാനൽ ചർച്ചയ്ക്ക് അവനെ ഇടപെട്ടാൽ പോലും പിന്നെ അവൻ എന്താ മെസ്സേജ് അയക്കുന്നതെന്ന് അറിയാം. പാലക്കാട് ഇവനൊരു MLA പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിന്ന സമയത്ത് MLA ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി എന്താണോ പാലക്കാട് ചെയ്തിട്ടുള്ളത് അതിനപ്പുറം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇനി എനിക്ക് വർക്ക് ചെയ്യണം, കോളേജുകൾ കേന്ദ്രീകരിച്ചാണെന്ന് തോന്നുന്നു ഷാഫി പറമ്പിൽ MLA വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി കൊടുത്തിരുന്നു. ആ ആള് പോലും എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ എന്താ അറിയോ, എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷനാണ്, കാരണം എനിക്കറിയില്ലായിരുന്നു ഈ വ്യക്തി എന്താണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടീനെ എങ്ങനെ ഇവൻ മിസ്യൂസ് ചെയ്തു, അതെനിക്ക് ആ കുട്ടീനോട് ചോദിക്കാൻ പോലും പേടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നിട്ടും ഈ വിഷയമൊക്കെ നടക്കുന്ന സമയത്തും ഇവൻ ആ പെൺകുട്ടികളോട് പോയി ചോദിക്കുന്നുണ്ട്, നീ എന്താ എനിക്കെതിരെ പരാതിപ്പെടുന്നില്ലേ, നീ എന്താ എനിക്കെതിരെ പറയുന്നില്ലേ എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് എന്തു പറഞ്ഞാൽ എങ്ങനെ ഈ സ്ത്രീകളെ ട്രോമയിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാള് കാര്യങ്ങൾ വളച്ചൊടിച്ച് നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തുകൊണ്ട് നീ മാനനഷ്ട കേസിന് പോകുന്നില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം, നിന്നെ വളർത്തിയത് ഒരു അമ്മയല്ലേ, എന്നെ വളർത്തിയത് ഒരു ഉമ്മയാണ്. എൻ്റെ ഉമ്മേനെ ഞാൻ എല്ലാ കാലത്തും സോഷ്യൽ മീഡിയയിലും അടക്കം എഴുതിയിടുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഉമ്മ ഒരു സ്ത്രീ വളർത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ കരുത്തയായ സ്ത്രീയാണെന്ന് അടയാളപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ കേട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ വളർത്തിയ മകനാണ് അവൻ എന്നാണ്. അപ്പം ഞാൻ അവനോട് അതിൻ്റെ മുമ്പ് പറഞ്ഞൊരു സാധനം
പറയാനുണ്ട്. അതവൻ അവിടെ ഇന്നലെ പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മയോടാണ് എനിക്ക് സഹതാപം തോന്നുന്നത്. നിന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ആ അമ്മയ്ക്ക് മുന്നിൽ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് നീ ഇപ്പം മെന്റൽ സ്ട്രെസ്സായിട്ട് നിൽക്കുമ്പോൾ നിന്റെ അമ്മേനെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട്, അവരനുഭവിക്കുന്ന വേദനയ്ക്ക് എന്ന് പറഞ്ഞ ഷഹനാസിന്റെ മെസ്സേജ് എന്താ രാഹുൽ മാങ്കൂട്ടം പറയാത്തത്? അതിനുശേഷം അവൻ പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഷഹനാസ്, നേരിൽ കാണുമ്പോൾ പറയാമെന്ന്. എന്താണ്, ഞാൻ അവൻ്റെ സുഹൃത്താണ് എന്ന് അവൻ പറഞ്ഞല്ലോ. സുഹൃത്താണെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ അത് പറയാൻ പറ്റാഞ്ഞത്? അവൻ്റെ എന്താ പറയുക, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നീ ഒളിച്ചു നടക്കുന്നു? നിനക്ക് മാനനഷ്ടത്തിന് ഫയൽ ചെയ്യാനുള്ള അധികാരമില്ലേ? നിനക്ക് അതെന്താ ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ച കാര്യമാണ്. നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് എം എ ഷഹനാസ് പറഞ്ഞു എന്ന് ഇന്നലെ അവൻ പറഞ്ഞത്. ഇതിലും കൂടുതൽ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്.